ഇങ്ങനെയൊരു വാർത്ത റേറ്റിംഗ് കൂട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് എല്ലാവരും അതിനു പിന്നാലെ പോയത്. അതേസമയം CPM-നെ അടിക്കാൻ കിട്ടുന്ന വടികളൊന്നും മാധ്യമങ്ങൾ മറച്ചു പിടിക്കാറില്ല. ഇദ്ദേഹത്തിന്റെ നേതൃത്വവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പരാതികളാണ് എത്തിയിരുന്നത്. കെ സുധാകരനെ സ്ഥാനം മാറ്റണമെന്ന തരത്തിലുള്ള ആവശ്യങ്ങളും വേണുഗോപാലിന്റെ മുന്നിൽ ഉയർത്തിയത് VD സതീശനാണ്. കെ മുരളീധരൻ തൃശൂരിൽ 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള പ്രധാന കാരണക്കാർ VD സതീശനടക്കമുള്ള നേതാക്കളാണ് എന്ന് മുരളീധരൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ അതിലും മുരളീധരനെ ശാന്തനാക്കാൻ കഴിയാതെ വന്നപ്പോൾ തന്റെ അധ്യക്ഷ സ്ഥാനം പോലും നൽകാൻ തയ്യാറാണെന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം മുരളീധരനുമായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറാണ് എന്നാണ്. VD സതീശന്റെ ഏകാധിപത്യമാണ് ഇപ്പോൾ കോൺഗ്രസിലും UDF-ലും നടക്കുന്നത് എന്നുള്ള നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രവർത്തകർ എല്ലാവരും തന്നെ VD സതീശന്റെ ഈ ഏകാധിപത്യത്തിൽ അതൃപ്തരുമാണ്. നമസ്കാരം. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നണികൾക്ക് വലിയ തിരിച്ചറിവാണ് നൽകിയത്. അത് ഇടതുപക്ഷത്തിന് മാത്രമല്ല UDF-നും പ്രത്യേകിച്ച് കോൺഗ്രസിനും വലിയ തിരിച്ചറിവ് നൽകി എന്നർത്ഥം. അതിലേറെ പ്രധാനപ്പെട്ടത് കേരളത്തിൽ മറ്റൊരു മുന്നണി, അതായത് BJP നേതൃത്വം കൊടുക്കുന്ന NDA മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 11 സീറ്റുകളിൽ 1-ാം സ്ഥാനത്തും 9 സീറ്റുകളിൽ 2-ാം സ്ഥാനത്തും എത്തിയിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് രണ്ട് മുന്നണികളുടെയും മുന്നിലുള്ള വിലങ്ങുതടി. അതിനിടയിൽ കോൺഗ്രസിനുള്ളിലാണ് ഇപ്പോൾ വിഭാഗീയത ശക്തമായ നിലയിൽ എത്തിയിരിക്കുന്നത്. കുറച്ചു കാലമായി പരോക്ഷമായ വിഭാഗീയത നടന്നു വരുന്നുണ്ടെങ്കിലും അതൊക്കെയും വെളിവായ സംഭവങ്ങൾ നിരവധി ഉണ്ടായി. കേരളക്കാർ അത്തരത്തിലൊന്ന് തിരിച്ചറിയുന്നത് പുതുപ്പള്ളിയിലെ ചാണ്ടിയുമ്മന്റെ വിജയത്തിന് ശേഷമാണ് എന്ന് മാത്രം. അതും മാധ്യമങ്ങൾ മറച്ചുവെച്ചു. പിന്നെ റേറ്റിംഗ് കുറഞ്ഞപ്പോഴാണ് അതെടുത്ത് അലക്കാൻ തയ്യാറായത് എന്ന് മാത്രം. ഇങ്ങനെ ഒരു വാർത്ത റേറ്റിംഗ് കൂട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് എല്ലാവരും അതിന് പിന്നാലെ പോയത്. അതേസമയം CPM-നെ അടിക്കാൻ കിട്ടുന്ന വടികളൊന്നും മാധ്യമങ്ങൾ മറച്ചു പിടിക്കാറില്ല. ഞാനാണ് പ്രസിഡന്റ്, ഞാൻ അല്ലേ പറയേണ്ടത് എന്ന് തുടങ്ങിക്കൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. വിജയത്തെക്കുറിച്ച് പറയാൻ കൂടിയ പത്രസമ്മേളനം പക്ഷേ വിഭാഗീയത പുറത്താക്കിക്കൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. മൈക്കിന് വേണ്ടി കടിപിടി കൂടുന്ന രണ്ട് നേതാക്കൾ എന്നതിനപ്പുറം അതിനെ ആരും വിമർശിച്ചിരുന്നില്ലെങ്കിലും ഇപ്പോൾ മനസ്സിലാകുന്നത് VD സതീശനും കെ സുധാകരനും തമ്മിൽ നിലനിൽക്കുന്ന ശക്തമായ കിടമത്സരം തന്നെയാണ് അതിന്റെ പിന്നിൽ എന്നാണ്. സുധാകരനേക്കാൾ വലിയവനാകാനുള്ള VD സതീശന്റെ ശ്രമം തന്നെയാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അതിലെ വിവാദങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അടുത്തതും സംഭവിച്ചു. കോൺഗ്രസ് പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉത്തേജിപ്പിക്കാൻ വേണ്ടി നടത്തിയ സമരാഗ്നി തെറിയാഗ്നിയായി മാറി. പുറത്തു പറയാൻ കൊള്ളാത്ത വാക്കുകൾ കൊണ്ടാണ്, അതായത് തെറി കൊണ്ടാണ് VD സതീശനെ കെ സുധാകരൻ അഭിസംബോധന ചെയ്തത്. അവർ തമ്മിലുള്ള, അതായത് VD സതീശനും സുധാകരനും തമ്മിലുള്ള കടിപിടിയുടെ ഗ്രാവിറ്റി അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും ബോധ്യമായതാണ്. ഇനിയും അടി നടക്കുമെന്നുള്ള ഒരു സൂചന അതിൽ നിന്ന് തന്നെ കിട്ടി. ഇപ്പോഴിതാ പുതിയ വാർത്തയും പുറത്തു വരുന്നു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ രഹസ്യമായ വിഭാഗീയത മറനീക്കി പുറത്തു വരുന്നു. സുധാകരനെതിരെ VD സതീശൻ നിരന്തരമായി KC വേണുഗോപാലിനോട് പരാതിയുമായി എത്തിയിരുന്നതാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പരാതികളാണ് എത്തിയിരുന്നത്. കെ സുധാകരനെ സ്ഥാനം മാറ്റണം എന്ന തരത്തിലുള്ള ആവശ്യങ്ങളും വേണുഗോപാലിന്റെ മുന്നിൽ ഉയർത്തിയത് VD സതീശനാണ്. നേതൃമാറ്റത്തിനുള്ള ആദ്യ പടിയെന്ന നിലയിലാണ് കെ സുധാകരനെ തെരഞ്ഞെടുപ്പ് സമയത്ത് മാറ്റി നിർത്തിക്കൊണ്ട് പകരം ആ സ്ഥാനത്തേക്ക് MM ഹസനെ നിയമിച്ചത്. എന്നിട്ടോ അച്ചടക്ക നടപടിയെ തുടർന്ന് സുധാകരൻ ചെവിക്ക് പിടിച്ച് പുറത്തു കളഞ്ഞ MA ലത്തീഫിനെ ഹസന്റെ പ്രിയങ്കരനായതുകൊണ്ട് തിരികെ കൊണ്ടുവരികയും ചെയ്തു. KPCCയുടെ അവലോകനത്തിൽ കണ്ണൂരിൽ സുധാകരൻ 8 നിലയിൽ പൊട്ടുമെന്ന് എത്തി. കെ മുരളീധരനെ വൈകിയ വേളയിൽ തൃശൂരിലേക്ക് എത്തിക്കുകയും ചെയ്തു. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതിന് ഉത്തരവാദി KPCC അധ്യക്ഷനായിരിക്കും എന്ന നിലയിൽ നിശബ്ദമായ പ്രചാരണവും നടത്തി. അതേസമയം എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് സുധാകരൻ കണ്ണൂരിൽ വലിയ വിജയം നേടിയത് സത്യത്തിൽ സതീശന് തിരിച്ചടിയായി മാറുകയും ചെയ്തു. തിരികെ എത്തിയ സുധാകരന് അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചെങ്കിലും ബലപ്രയോഗത്തിലൂടെ അത് സാധിച്ചെടുക്കേണ്ട ഗതികേടും സുധാകരനുണ്ടായി, അല്ലെങ്കിൽ VD സതീശൻ ഉണ്ടാക്കിയെടുത്തു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം VD സതീശൻ അടക്കമുള്ളവരോടുള്ള അതൃപ്തി കെ മുരളീധരൻ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഊതിവീർപ്പിച്ച ബലൂണുകളെ കുറിച്ചുള്ള പരാമർശത്തിൽ VD സതീശനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച വ്യക്തിയാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ തൃശൂരിൽ 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള പ്രധാന കാരണക്കാർ VD സതീശൻ അടക്കമുള്ള നേതാക്കളാണ് എന്ന് മുരളീധരൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ജൂലൈ 5-ന് നടക്കുന്ന കെ കരുണാകരന്റെ ജന്മദിനത്തിന് ഇവർക്കാർക്കും ക്ഷണക്കത്ത് മുരളീധരൻ അയച്ചിട്ടില്ല. പകരം ചടങ്ങിൽ പങ്കെടുക്കുന്നവർ കെ മുരളീധരനും കെ സുധാകരനും മാത്രമാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോയും അതോടൊപ്പം കെ കരുണാകരന്റെ ഫോട്ടോയും മാത്രം പോസ്റ്റ്. ഇത് സംബന്ധിച്ച പോസ്റ്ററുകൾ മുരളീധരൻ പക്ഷം പ്രചരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
ചടങ്ങിൽ വി ഡി സതീശന് ക്ഷണമില്ല എന്നർത്ഥം. അതായത് കെ മുരളീധരനും കെ സുധാകരനും അടങ്ങുന്ന മറ്റൊരു ഗ്രൂപ്പ് കോൺഗ്രസിൽ സജീവമാകുന്നു എന്നർത്ഥം. അതിലേക്ക് ശശി തരൂർ കൂടി എത്താനുള്ള സാധ്യതകൾ ഏറുകയാണ്. തൃശൂരിലെ പരാജയത്തിന് ശേഷം കെ മുരളീധരൻ തിരുവനന്തപുരത്ത് സജീവമാകാനുള്ള ശക്തമായ ശ്രമത്തിലാണ്. വട്ടിയൂർക്കാവിൽ മത്സരിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ കെ കരുണാകരന്റെ ജന്മദിനം ആഘോഷിക്കാൻ മുരളീധരൻ തീരുമാനിച്ചിട്ടുള്ളത്. കോൺഗ്രസിലും ഒരു മലബാർ ലോബി പിടിമുറുക്കുന്നതിന്റെ ആദ്യ പടിയായി തന്നെ ഇതിനെ കാണേണ്ടി വരും. സുധാകരനും മുരളീധരനും തമ്മിൽ വലിയൊരു ധാരണ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. തൃശൂരിലെ പരാജയത്തിന് ശേഷം മുരളീധരനുമായി സമവായത്തിന് ശ്രമിച്ച നേതാവ് സുധാകരൻ മാത്രമായിരുന്നു. വയനാട് സീറ്റോ പാലക്കാട് സീറ്റോ നൽകാമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സുധാകരൻ പറഞ്ഞിരുന്നത്. എന്നാൽ അതിലും മുരളീധരനെ ശാന്തനാക്കാൻ കഴിയാതെ വന്നപ്പോൾ തന്റെ അധ്യക്ഷ സ്ഥാനം പോലും നൽകാൻ തയ്യാറാണെന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം മുരളീധരനുമായി എന്തു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറാണ് എന്നാണ്. ഇനി സതീശനുമായി ഉണ്ടായ പല തർക്കങ്ങളിലും ഞാനാണ് പ്രസിഡന്റ് എന്നും ഞാനാണ് പറയേണ്ടതെന്നും പലപ്പോഴായി സുധാകരൻ പറഞ്ഞിട്ടുള്ളതും നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. അധ്യക്ഷ സ്ഥാനത്തെക്കുറിച്ച് മുരളീധരനോട് ചോദിച്ചപ്പോൾ അധ്യക്ഷ സ്ഥാനം എപ്പോൾ വേണമെങ്കിലും കിട്ടുമല്ലോ എന്നായിരുന്നു മറുപടി എന്ന് നമ്മൾ ഓർക്കണം. അതിനർത്ഥം മുരളീധരനും സുധാകരനും തമ്മിൽ ഒരു കൂട്ടുകെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ വി ഡി സതീശനെ ഒന്ന് കാണാൻ പോലും മുരളീധരൻ കൂട്ടാക്കിയില്ല എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നതുമാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടെങ്കിലും പാലക്കാട് ജില്ലാ കമ്മിറ്റി മുരളീധരന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. നിലവിൽ പാർലമെന്ററി പദവികൾ കൈകാര്യം ചെയ്യുന്ന നേതാക്കളോട് ഇപ്പോൾ താല്പര്യമില്ലാത്ത പ്രവർത്തകരാണ് ഉള്ളത്. വി ഡി സതീശന്റെ ഏകാധിപത്യമാണ് ഇപ്പോൾ കോൺഗ്രസിലും UDFിലും നടക്കുന്നത് എന്നുള്ള നിരീക്ഷണങ്ങളാണ് പല ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. പ്രവർത്തകർ എല്ലാവരും തന്നെ വി ഡി സതീശന്റെ ഈ ഏകാധിപത്യത്തിൽ അതൃപ്തരുമാണ്. മുരളീധരനും സുധാകരനും ശശി തരൂരും അടങ്ങുന്ന ഒരു കൂട്ടുകെട്ട് കോൺഗ്രസിൽ ഉണ്ടായാൽ അത് ചരിത്രമായി തന്നെ മാറും. അതോടെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും MM ഹസനും അടക്കമുള്ള നേതാക്കളുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് മാറ്റിമറിക്കും. അങ്ങനെ വന്നാൽ വി ഡി സതീശന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ശക്തമായ പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നു പോകുമെന്ന കാര്യം ഉറപ്പാണ്.